ദുബായിൽ ബൈക്ക് ഡെലിവറി ഡ്രൈവർക്ക് തൊഴിലവസരം. മാസം 80,000 രൂപയ്ക്ക് മുകളിൽ കമ്മീഷൻ അടിസ്ഥാനത്തിൽ വരുമാനം നേടാൻ അവസരം. അൽ ഗസൽ ടൂർസ് ആൻഡ് ട്രാവൽസ്, ഫസ്റ്റ് ഫ്ലോർ, AVH കോംപ്ലക്സ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. നമസ്കാരം. പ്രധാന വാർത്തകൾ. പ്രവേശനോത്സവത്തിന്റെ ചാരുതയിൽ പുത്തൻ അധ്യയന വർഷത്തിന് തുടക്കം. സംസ്ഥാനത്ത് 3 ലക്ഷത്തോളം കുരുന്നുകൾ 1-ാം ക്ലാസ്സിലെത്തി. സർക്കാർ എയ്ഡഡ്, അൺഎയ്ഡഡ് മേഖലകളിൽ 1 മുതൽ 10 വരെ ക്ലാസുകളിലായി ഇത്തവണ 36 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ. സമൂഹത്തിൽ താഴെത്തട്ടിലുള്ള വിദ്യാർത്ഥികളുടെ ജീവിതാവസ്ഥ പരിശോധിച്ച് അവരെ മുൻനിരയിൽ എത്തിക്കണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പട്ടാമ്പി മണ്ഡലത്തിൽ പുതിയ 6 വികസന പദ്ധതികൾക്ക് ഭരണാനുമതി. നവകേരള സദസ്സിൽ നിർദ്ദേശിക്കപ്പെട്ട പദ്ധതികൾക്ക് സർക്കാർ 7 കോടി രൂപ അനുവദിച്ചു. വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മുഹമ്മദ് മുഹ്സിൻ MLA. കേരളശ്ശേരി കിഴക്കുമുറി ചിറക്കാട് പ്രദേശത്ത് പുലിയെ കണ്ടതായി അഭ്യൂഹം. ജനങ്ങൾ ആശങ്കയിൽ. പ്രദേശത്ത് കണ്ട കാൽപ്പാടുകൾ പുലിയുടേതല്ലെന്ന് വനപാലകർ. പ്രസിദ്ധമായ കുന്നംകുളം തലക്കോട്ടുകര തെക്കുട്ടിക്കാവിൽ വിശ്വാസികളെ ഞെട്ടിച്ച കവർച്ച. ക്ഷേത്രഭണ്ഡാരം പൊളിച്ച് പണം കവർന്ന മോഷ്ടാക്കൾ വിഗ്രഹങ്ങൾ തകർത്തു. ഈസ്റ്റ് ഒറ്റപ്പാലം സുബാത്തുൽ ജമാഅത്ത് പള്ളിയിൽ നിന്ന് ലക്ഷങ്ങൾ മോഷ്ടിച്ചു കടന്ന കേസിൽ നാട്ടുകാരനായ യുവാവ് മണിക്കൂറുകൾക്കകം പോലീസ് പിടിയിൽ. ഒറ്റപ്പാലം കിഴക്കേത്തോട് പാലത്തിന് സമീപത്തെ മണ്ണിടിച്ചിലിന് താൽക്കാലിക പരിഹാരമായി. സ്ഥലത്ത് ഷീറ്റ് പൈലിംഗ് നടത്തി മണ്ണിട്ടതോടെ പാതയിൽ വാഹനഗതാഗതം പൂർവ്വസ്ഥിതിയിൽ. നഗര പരിസരത്ത് വീണ്ടും വാഹനാപകടം, ഒരാൾക്ക് പരിക്ക്. കോട്ടായി കുത്തന്നൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പുളിനെല്ലി പാലം പുനർനിർമ്മിക്കും. പാലം പുതുക്കി പണിയാൻ സർക്കാർ 1.5 കോടി രൂപ അനുവദിച്ചു. 1965 ഈ പാലം നിർമ്മിച്ചത് 22,500 രൂപ ചെലവിൽ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് പുതിയ അധ്യയന വർഷത്തിന് വർണ്ണാഭമായ പ്രവേശനോത്സവത്തോടെ തുടക്കം. 3 ലക്ഷത്തോളം കുരുന്നുകളാണ് ഇത്തവണ 1-ാം ക്ലാസ്സിലെത്തിയത്. സർക്കാർ എയ്ഡഡ്, അൺഎയ്ഡഡ് മേഖലകളിലായി 1 മുതൽ 10 വരെ ക്ലാസുകളിൽ 36 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പുതിയ അധ്യയന വർഷത്തിലേക്ക് കടന്നു. പ്രവേശനോത്സവത്തിലെ സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴ കലവൂരിൽ നടന്നു. മധ്യവേനൽ അവധിക്ക് ശേഷം വീണ്ടും വിദ്യാലയങ്ങൾ തുറന്നു. കൊച്ചുകുട്ടികൾ എത്തി, മുതിർന്ന കുട്ടികൾ എത്തി, അധ്യാപകരും നാട്ടുകാരും ഒന്നടക്കമെത്തി. അങ്ങനെ സ്കൂൾ പ്രവേശനോത്സവം കളറായി. കാലം മാറി. ഇപ്പോൾ കുട്ടികൾ ഹാപ്പിയാണ്. ഒരു മടിയുമില്ലാത്ത കുട്ടികളായി മാറിയെന്നാണ് പൊതുവെ ജനപ്രതിനിധികൾ അടക്കമുള്ളവരുടെ വിലയിരുത്തൽ. നമ്മളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത് വളരെ ഏറ്റവും കൂടുതൽ കുട്ടികളുടെ കരച്ചിലാണ് കേൾക്കുന്നത്. വലിയ സന്തോഷമൊന്നും ഉണ്ടാവില്ല ആദ്യത്തെ ദിവസം. പക്ഷെ ഇപ്പൊ കാലം മാറി, കുട്ടികളൊക്കെ തന്നെ ഹാപ്പിയാണ്. ഹാപ്പി അല്ലേ? ആണോ? ഹാപ്പിയാണോ? നാട് കൈകോർത്തപ്പോൾ പൊതുവിദ്യാലയങ്ങളിലെ സ്കൂൾ പ്രവേശനോത്സവം അതിഗംഭീരമായി. വിപുലമായ ഒരുക്കങ്ങളാണ് പട്ടാമ്പി കീഴായൂർ ഗവൺമെന്റ് UP സ്കൂൾ അടക്കമുള്ള വിദ്യാലയങ്ങളിൽ ഒരുക്കിയത്. പ്രവേശനോത്സവം കൂടുതൽ മനോഹരമായ രീതിയിൽ കണ്ട ആവേശത്തിലാണ് കുട്ടികൾ. ഒപ്പം പൊതുവിദ്യാലയങ്ങളിലെ പഠന മികവിനെക്കുറിച്ചും വിദ്യാർത്ഥികൾ വിലയിരുത്തി. പട്ടാമ്പിയിലെ സബ് ജില്ലാ പ്രവേശനോത്സവം ഞങ്ങളുടെ UPS കീഴായൂർ സ്കൂളിൽ വെച്ചാണ് നടന്നത്. അതിഗംഭീരമായിട്ടാണ് നടന്നത്. ഞാൻ വന്നേ പിന്നെ ഏറ്റവും ഭംഗിയിൽ നടന്നൊരു പ്രവേശനോത്സവം ഇത് തന്നെയാണ്. അപ്പോൾ ഇതിൽ കുട്ടികൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും വളരെയധികം കൂടിച്ചേരാനും വളരെ ആഘോഷപൂർവ്വം നടത്തിയിരുന്നു. പിന്നെ ഇവിടുത്തെ സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ഗ്രാമപ്രദേശത്താണ് നിൽക്കുന്നത് ഈ സ്കൂൾ. എന്നിട്ടും ഇവിടെ ഉള്ള സൗകര്യങ്ങളാണ് ഏറ്റവും മുമ്പിൽ പറയുന്നത്. രക്ഷിതാക്കൾക്കും ഇക്കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായമില്ല. പൂർവ്വ വിദ്യാർത്ഥികൾ, PTA ഭാരവാഹികൾ, നാട്ടുകാർ എല്ലാവരും പ്രവേശനോത്സവം ഗംഭീരമായതിന്റെ സന്തോഷത്തിലാണ്. എല്ലാ വർഷത്തേക്കാളും ഗംഭീരമായി നടത്താൻ ഞങ്ങൾക്ക് സബ് ജില്ലാ പ്രവേശനോത്സവമായിരുന്നു. വളരെ ഗംഭീരമായി നടത്താൻ കഴിഞ്ഞു. പൂർവ്വ വിദ്യാർത്ഥികളും അതോടൊപ്പം SMC PTA എല്ലാ അംഗങ്ങളുടെയും പിന്തുണയോടുകൂടി ഇവിടുത്തെ ടീച്ചേഴ്സ് എല്ലാവരും നല്ല സഹകരണത്തോടെ ഈ പ്രവേശനോത്സവം വളരെ ഗംഭീരമാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു.
എൻ്റെ മോൻ ഇവിടെ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഒന്നിച്ച് ഒന്നായി ഒന്നാവാം എന്നതാണ് പുതിയ അധ്യയന വർഷത്തെ സന്ദേശം. ആ ഒരു അർത്ഥത്തിൽ അത്തരമൊരു കൂട്ടായ്മയാണ് പൊതുവിദ്യാലയങ്ങളിൽ കാണാനായത്. പൊതുവിദ്യാലയങ്ങളുടെ പഠന മികവും ഭൗതിക സാഹചര്യവും മെച്ചപ്പെട്ടതോടെ അക്ഷരമുറ്റത്തെത്തുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടെന്നാണ് വിലയിരുത്തൽ. പുതിയ തലമുറയ്ക്ക് നല്ല സംസ്കാരവും അറിവും ഇനിയും പകർന്നു നൽകാൻ കഴിയട്ടെ ഇത്തരം വിദ്യാലയങ്ങൾക്ക്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. സമൂഹത്തിൽ താഴെത്തട്ടിലുള്ള വിദ്യാർത്ഥികളുടെ ജീവിതാവസ്ഥ പരിശോധിച്ച് അവരെ മുൻനിരയിൽ എത്തിക്കണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പാലക്കാട് ജില്ലാ സ്കൂൾ പ്രവേശനോത്സവം ഉമിനി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി. വിദ്യാഭ്യാസ യോഗ്യതയും വിദ്യാഭ്യാസത്തിന്റെ സമ്പ്രദായങ്ങളൊക്കെ അപ്പോൾ അതിൽ കുട്ടികളെ അന്വേഷിക്കാനുള്ള അത് വളർത്തിയെടുക്കണം. മനസ്സിൽ എന്ത് ചോദ്യം ചോദിക്കാനുള്ള കുട്ടികളെ അത് അവരെ കണ്ടുപിടിക്കാൻ അവർക്ക് അന്വേഷിക്കാനുള്ള ഒരു മനസ്സ് വളർത്തിയെടുക്കണം. എനിക്ക് കുട്ടികളോട് അഭ്യർത്ഥിക്കാനുള്ളതാണ്, നിങ്ങളുടെ പേരിൽ അധ്യാപകന്മാരെയും രാജ്യത്തിനെയും ജനങ്ങളെയും അറിയുന്ന രീതിയിൽ നിങ്ങൾ വളർന്നു വരണം. എ പ്രഭാകരൻ MLA അധ്യക്ഷത വഹിച്ചു. VK ശ്രീകണ്ഠൻ MP മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജില്ലയിലെ 3 വിദ്യാഭ്യാസ ജില്ലകളിലായി 1002 സ്കൂളുകളാണുള്ളത്. കാലവർഷത്തോടനുബന്ധിച്ച് സ്കൂളുകളിലെ അപകട ഭീഷണി നേരിടുന്ന മരങ്ങൾ മുറിച്ചുമാറ്റാനും മതിലുകൾ അറ്റകുറ്റപ്പണി നടത്താനും എല്ലാ പ്രധാന അധ്യാപകർക്കും നിർദ്ദേശം നൽകിയിട്ടുള്ളതായി വിദ്യാഭ്യാസ ഉപഡയറക്ടർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പയ്യന്നൂർ ബ്ലോക്ക് തല പ്രവേശനോത്സവം കിള്ളിമംഗലം UP സ്കൂളിൽ നടന്നു. മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ അക്ഷരവെളിച്ചം പദ്ധതിയും നിറമേളം 2025 എന്ന പേരിൽ സ്കൂൾ അങ്കണത്തിൽ നടന്നു. K രാധാകൃഷ്ണൻ MP പഴയന്നൂർ ബ്ലോക്ക് തല പ്രവേശനോത്സവം സ്കൂളിലെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന അംഗവൈകല്യമുള്ള KS ആർദ്രയ്ക്ക് പൂവ് നൽകി സ്വീകരിച്ചു. ഒപ്പം പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മവും ശിലാഫലകവും അനാച്ഛാദനം നിർവഹിച്ചു. സാധാരണ സ്കൂൾ തുറക്കുന്ന സമയത്ത് സ്കൂളിലേക്ക് കടന്നു വന്നാൽ കാണാൻ കഴിയുന്ന ചിത്രമുണ്ടായിരുന്നു. അത് രക്ഷകർത്താക്കളോടൊപ്പം കരഞ്ഞു വരുന്ന കുട്ടികളെയാണ് നമ്മൾ കണ്ടത്. ഇന്നിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി പോലും കരയുന്നില്ല എന്ന് മാത്രമല്ല, എല്ലാ കുട്ടികളും വലിയ ആഹ്ലാദത്തിനും സന്തോഷിക്കുന്നു. അതാണ് നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ അന്തരീക്ഷം. ഉത്സവപ്രതീതിയോടുകൂടി നമ്മുടെ സ്കൂളിലേക്ക് കുട്ടികൾ കടന്നു വരാനുള്ള സാഹചര്യമുണ്ടായിട്ടുണ്ട്. UR പ്രദീപ് MLA അധ്യക്ഷത വഹിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷറഫ്, പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V തങ്കമ്മ, തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം KR മായ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P കൃഷ്ണൻകുട്ടി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ AK ഉണ്ണികൃഷ്ണൻ, നിർമ്മല രവികുമാർ, രാമദാസ് കാറാത്ത്, എഞ്ചിനീയർ സാൻഡോ സെബാസ്റ്റ്യൻ, ഷീജ കുനിയിൽ, K പ്രമോദ്, കുഞ്ഞു വാസുദേവൻ നമ്പൂതിരിപ്പാട്, K വിജയാനന്ദ്, E ചന്ദ്രിക, VS സുഷമ, AK സൈതലവി തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ പ്രധാനാധ്യാപകൻ MN ബർജിലാൽ സ്വാഗതവും PTA പ്രസിഡന്റ് TR മണികണ്ഠൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ BRC മുനിസിപ്പൽ തല സ്കൂൾ പ്രവേശനോത്സവം കോളപ്പാറ AUP സ്കൂളിൽ നടന്നു. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഇന്ന് എല്ലായിടത്തും വിദ്യാലയങ്ങളിൽ പ്രവേശനോത്സവം നടക്കുന്നതിൽ നിന്നും പുതുതായി ചേരുന്ന കുട്ടികൾ ടെൻഷനില്ലാണ്ട് സന്തോഷപൂർവ്വം ഏറ്റവും മധുര മനോഹരമായിട്ട് സ്കൂളുകളിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്
സർക്കാർ ഈ പ്രവേശനോത്സവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന അവസ്ഥയൊക്കെ ഇന്ന് നമ്മുടെ വിദ്യാലയങ്ങളിൽ സ്കൂൾ പ്രവേശനോത്സവത്തിൽ വാർഡ് കൗൺസിലർ കെ എസ് ശോഭന അധ്യക്ഷയായിരുന്നു. ഷൊർണൂർ BRC BPC കെ വേണുമാസ്റ്റർ സ്വാഗതം പറഞ്ഞു. മാനേജ്മെന്റ് പ്രതിനിധി പ്രകാശ് വർമ്മ അക്ഷരദീപം തെളിയിച്ചു. പഠനോപകരണ വിതരണം കനറ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം PT പ്രദീപ് കുമാർ, ഷൊർണൂർ നോൺ മീൽ ഓഫീസർ P മനോജ് എന്നിവർ നിർവഹിച്ചു. കനറ ബാങ്കും പൂർവ്വ വിദ്യാർത്ഥി രാജേഷുമാണ് പഠനോപകരണങ്ങൾ സ്പോൺസർ ചെയ്തത്. സ്പോർട്സ് കിറ്റ് വിതരണം നഗരസഭ മുൻ വൈസ് ചെയർമാൻ R സുനു നിർവഹിച്ചു. ഡയറ്റ് ഫാക്കൽറ്റി രാധ, SSG ചെയർമാൻ വിജയകുമാർ, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി P രഘുനാഥൻ, PTA പ്രസിഡന്റ് E രാജഗോപാൽ, MPTA പ്രസിഡന്റ് ചിത്ര, പ്രധാന അധ്യാപിക KP സരസ്വതി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കുഴൽമന്ദം ഉപജില്ലാ BRC തല പ്രവേശനോത്സവം പെരിങ്ങോട്ടുകുറിശ്ശി ഗവൺമെന്റ് LP സ്കൂളിൽ വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM കേരളകുമാരി ഉദ്ഘാടനം ചെയ്തു. 1 തൊട്ട് 4 വരെയുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഈ സ്കൂളിൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല ടീച്ചേഴ്സിനെയാണ് നമ്മൾക്ക് ഈ സ്കൂളിലുള്ളത്. നല്ലൊരു വിദ്യാഭ്യാസമാണ് ഈ സ്കൂളിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പെരിങ്ങോട്ടുകുറിശ്ശിയിലെ ഈ LP സ്കൂൾ കേരളത്തിൽ തന്നെ മാതൃകയായ ഒരു സ്കൂൾ കൂടിയാണ്. ഈ സ്കൂളിന്റെ വിജയം നമുക്ക് വളരെ വലുതാണ്. ഈ സ്കൂളിലെ പ്രവർത്തനങ്ങൾ ഇനിയും വളരെ മുന്നോട്ട് പോവട്ടെ. അതിന് രക്ഷിതാക്കളുടെയും അതുപോലെ ടീച്ചേഴ്സിന്റെയും അതേപോലെ ഇവിടുത്തെ എല്ലാ നാട്ടുകാരുടെയും സഹായവും ഉണ്ടെങ്കിൽ നമ്മൾക്ക് എത്ര വലിയ ഒരു വിദ്യാലയം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ചാൽ കഴിയും. വാർഡ് മെമ്പർ MK കമലം അധ്യക്ഷത വഹിച്ചു. പ്രീ പ്രൈമറി സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P രമണി നിർവഹിച്ചു. കുഴൽമന്ദം AEO K വിക്ടർ ഡേവിഡ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. അക്കാദമിക് മാസ്റ്റർ പ്ലാൻ പ്രകാശനം കുഴൽമന്ദം BRC R അഭിലാഷ് തച്ചക്കാട് നിർവഹിച്ചു. BRC ട്രെയിനർ ഡോക്ടർ S ജോഷി LSS വിജയികളെ അനുമോദിച്ചു. അധ്യാപക സംഘടനാ പ്രതിനിധികളായ സാജു ജോൺ, ബിജിൽ EB, VR അഭിലാഷ്, PTA പ്രസിഡന്റ് PV മുരളീധരൻ, SMC ചെയർമാൻ മുഹമ്മദ് ഇസ്മായിൽ, CRCC സൗമ്യ എന്നിവർ സംസാരിച്ചു. സ്കൂൾ HM ജ്യോതി സ്വാഗതവും SRG കൺവീനർ ആശ K നായർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പട്ടാമ്പി സബ് ജില്ലാ സ്കൂൾ പ്രവേശനോത്സവം കീഴായൂർ ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു. മുഹമ്മദ് മോസിൻ MLA ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ കഴിവുകളെയും സ്വപ്നങ്ങളെയും പരിഷ്കരിക്കാൻ വിദ്യാലയങ്ങൾക്ക് കഴിയണമെന്ന് MLA പറഞ്ഞു. വിവിധ കലാരൂപങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ നാട്ടുകാരും അധ്യാപകരും മുഹമ്മദ് മോസിൻ അടക്കമുള്ള വിശിഷ്ട വ്യക്തികളെ സ്കൂളിലേക്ക് സ്വീകരിച്ചു. പ്രവേശനോത്സവം അക്ഷരാർത്ഥത്തിൽ വർണ്ണാഭമായി. കുട്ടികൾ ഏറെ സന്തോഷവാന്മാരാണെന്നും മടിയില്ലാത്ത കുട്ടികളായി പുതിയ തലമുറ മാറിയിട്ടുണ്ടെന്നും ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത മുഹമ്മദ് മോസിൻ MLA പറഞ്ഞു. കുട്ടികളുടെ സ്വപ്നങ്ങളെയും കഴിവിനെയും പരിപോഷിപ്പിക്കുന്ന വിധത്തിൽ വിദ്യാലയങ്ങൾ മാറണം. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വീട്ടിലിരിക്കുന്നതിനേക്കാളും സന്തോഷം സ്കൂളായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്. സ്കൂളിലും എനിക്ക് പറയാനുള്ളത്, ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും കണ്ണുകളിൽ തിളക്കവുമായി സ്കൂളിന്റെ പടി കയറി വരുന്ന കുട്ടികൾ അവരുടെ സ്വപ്നങ്ങളെ ഏറ്റെടുക്കാനും അതിനെ വലിയ വലിയ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കരുത്ത് അവർക്ക് പകരാനും കഴിയുന്ന രീതിയിൽ വിദ്യാലയങ്ങൾ മാറണം. വിദ്യാർത്ഥികൾക്ക് വലിയ പിന്തുണ നൽകിക്കൊണ്ട് അവരുടെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, കഴിവുകൾ അതിനെല്ലാം തന്നെ പരിപോഷിപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്കാണ് നമ്മുടെ വിദ്യാലയങ്ങൾ മാറേണ്ടത്. ചടങ്ങിൽ പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി അധ്യക്ഷയായിരുന്നു. വൈസ് ചെയർമാൻ TP ഷാജി, ജനപ്രതിനിധികളായ N രാജൻ, P ആനന്ദവല്ലി, സജ്ന ഫൈസൽ, PTA പ്രസിഡന്റ് അബ്ദുൽ നാസർ, MPTA പ്രസിഡന്റ് ഷമീന തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രധാന അധ്യാപിക P ശ്രീലത സ്വാഗതവും മുഹമ്മദ് മുസ്തഫ നന്ദിയും പറഞ്ഞു. USS സംസ്കൃതം സ്കോളർഷിപ്പ് വിതരണം AEO ബാബുരാജൻ നിർവഹിച്ചു. VP മനോജ് സമഗ്ര ശിക്ഷാ ഗുണമേന്മ പദ്ധതി വിശദീകരിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ചെയർമാൻ N മുരളീധരൻ വാട്ടർ പ്യൂരിഫയർ, സൗണ്ട് സിസ്റ്റം എന്നിവയുടെ സമർപ്പണം നിർവഹിച്ചു. പഠന പിന്തുണ സഹായി വർക്ക്ഷീറ്റുകളുടെ പ്രകാശനം ഡോക്ടർ ഷഹീദ് അലിയും ചടങ്ങിൽ നിർവഹിച്ചു. സുരേഷ് പട്ടാമ്പിയുടെ മാജിക് ഷോയും ഉണ്ടായിരുന്നു.
പട്ടാമ്പി. കേരളശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ AISF സ്ഥാപിച്ച ബാനർ നശിപ്പിച്ചവർക്കെതിരെ പ്രതിഷേധം. ബാനർ നശിപ്പിച്ചത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആണെന്നും ആരോപണം. ഡിവൈഎഫ്ഐ പ്രവർത്തകർ സമൂഹത്തിന് നൽകുന്ന സന്ദേശം അത്യന്തം അപകടകരമാണെന്ന് AISF ജില്ലാ സെക്രട്ടറി TM സിദ്ധാർത്ഥ് പറഞ്ഞു. രാഷ്ട്രീയ സ്വാതന്ത്ര്യം വിദ്യാലയങ്ങളിൽ നിന്നും തുടങ്ങണമെന്നാണ് AISF ജില്ലാ സെക്രട്ടറി TM സിദ്ധാർത്ഥ് അഭിപ്രായപ്പെട്ടു. ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ AISFന്റെ നവാഗതർക്കുള്ള ബാനർ നശിപ്പിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകർ സമൂഹത്തിന് നൽകുന്ന സന്ദേശം അത്യന്തം അപകടകരമാണെന്നും സിദ്ധാർത്ഥ് പറഞ്ഞു. ബാനർ നശിപ്പിച്ചതിലുള്ള പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സിദ്ധാർത്ഥ്. വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് അക്രമ രാഷ്ട്രീയം കുത്തിക്കയറ്റാനുള്ള പ്രവർത്തനങ്ങളിലാണ് ഇവർ. ഇതിനെതിരെ ഇന്ത്യയിലെ ആദ്യത്തെ വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനമായ AISF ശക്തമായി തന്നെ ഇവിടെ പ്രതികരിക്കും. ഇനി ഇവിടെ കേരളശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ യൂണിറ്റ് തുടങ്ങാനോ പ്രവർത്തിക്കാനോ ഞങ്ങൾക്ക് SFIക്കാരുടെയോ DYFIക്കാരുടെയോ അനുവാദം ഇവിടെ ആവശ്യമില്ല. ഇവിടെ ശക്തമായി ഇനി യൂണിറ്റ് തുടരുകയും അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും തന്നെ ചെയ്യും. ഈ ബാനർ ഇന്ന് തന്നെ ഇവിടെ ശക്തമായി ഉയരും. കേരളശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ AISF പ്രവർത്തകർ സ്ഥാപിച്ച ബാനറാണ് നശിപ്പിച്ചത്. ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ബാനർ വീണ്ടും പുനഃസ്ഥാപിച്ചു. CPI ബ്രാഞ്ച് സെക്രട്ടറി ദേവദാസ്, ബ്രാഞ്ച് കമ്മിറ്റി മെമ്പർ PG മുരളീധരൻ, മങ്കര CPI LC മെമ്പർമാരായ EP രാധാകൃഷ്ണൻ, സുഭാഷ് AK എന്നിവർ സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തിന്മയ്ക്കെതിരെ നന്മ മരംനട്ട് ലഹരിക്കെതിരെ പ്രതിജ്ഞയെടുത്തും മണ്ണൂർ AUP സ്കൂളിലെ പ്രവേശനോത്സവം. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. നടക്കില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം. കാരണം ഇന്നിന്റെ ലോകം ഞാനും നിങ്ങളും മനസ്സിലാക്കുന്നതിനപ്പുറം നമ്മുടെ പ്രായത്തിന്റെ നമ്മൾ പഴയ ആളുകളെല്ലാം പറയും നിങ്ങളെക്കാൾ കൂടുതൽ ഓണം ഉണ്ടതാണ്, നിങ്ങളെക്കാൾ കൂടുതൽ പെരുന്നാൾ ഉണ്ടതാണ് എന്നെല്ലാം പറയുമെങ്കിലും അതെല്ലാം വാക്കുകളിൽ മാത്രം പ്രയോഗിക്കാൻ പറ്റിയ പദങ്ങളാണ്. PTA പ്രസിഡന്റ് N ഗണേഷ് അധ്യക്ഷത വഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളെ സ്കൂൾ മാനേജർ PK ബാലകൃഷ്ണൻ ആദരിച്ചു. തിന്മയ്ക്കെതിരെ നന്മയുടെ പ്രതീകമായ നന്മ മരം നട്ടുകൊണ്ട് ലഹരിക്കെതിരെയുള്ള മണ്ണൂർ AUP സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് തുടക്കം കുറിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ലഹരിക്കെതിരെ പ്രതിജ്ഞയെടുക്കുകയും ബിഗ് ക്യാൻവാസിൽ കയ്യൊപ്പ് ചാർത്തുകയും ചെയ്തു. MPTA പ്രസിഡന്റ് ബിന്ദു, KR ദീപു, PK സദാശിവൻ എന്നിവർ സംസാരിച്ചു. HM TA ഷരീഫ സ്വാഗതവും KM അബ്ദുൽ ഹക്കീം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മങ്കര പൂലോടി AUP സ്കൂളിൽ പഞ്ചായത്ത് തല പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. വീട്ടുകാർ സമ്മതിക്കോ? പുസ്തകം തൊടാതിരുന്ന വീട്ടുകാർ സമ്മതിക്കോ? ഇല്ല, അവരെന്നെ പറയുന്നില്ല. അമ്മമാരോട് അവരെന്നെ പറയുന്നില്ല. അപ്പൊ എന്തായാലും ഓരോ വർഷവും പുതിയ വിദ്യാഭ്യാസ നയങ്ങളും കാര്യങ്ങളും സർക്കാർ നടപ്പിലാക്കിയാണ്. ഈ വർഷത്തെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിലും 8, 9, 10ലേക്ക് എത്തുന്ന കുട്ടികൾക്ക് എത്ര മണിക്കൂർ പഠനം വേണം? 1200 മണിക്കൂർ പഠനം വേണം. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EP സുരേഷ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ LSS USS വിജയികളെ ആദരിച്ചു. പഠനോപകരണ വിതരണവും നടന്നു. പ്രധാന അധ്യാപിക KV അമ്പിളി, മുൻ പ്രധാനാധ്യാപകൻ വിനയൻ, BRC കോർഡിനേറ്റർ C പ്രസിജ, PTA പ്രസിഡന്റ് പ്രവീണ എന്നിവർ സംസാരിച്ചു. അഖിൽ സമ്മാന വിതരണവും നടത്തി. നവാഗതരായ കുട്ടികൾക്ക് മിഠായി നൽകിയാണ് സ്വീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വളത്തൂർ നഗർ ഗ്രാമപഞ്ചായത്ത് തല പ്രവേശനോത്സവം ചെറുതുരുത്തി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്നു. വളത്തൂർ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ഉദ്ദേശം 5 കോടി രൂപയോളം ഈ 5 വർഷത്തിനകത്ത് ഈ സ്കൂളിന് വേണ്ടി ചെലവഴിക്കാൻ ഗ്രാമപഞ്ചായത്തിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഇടപെടലിന്റെ ഭാഗമായി കഴിഞ്ഞു എന്നുള്ള അഭിമാനകരമായ ഒരു ദിവസത്തിലാണ് നാം എല്ലാവരും നിൽക്കുന്നത്. നമ്മുടെ ഒട്ടേറെ ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന LP സ്കൂളാണ് ചെറുതുരുത്തി ഗവൺമെന്റ് LP സ്കൂൾ എന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ള വിനിയോഗങ്ങൾ ഇനിയും 20 ലക്ഷം രൂപയുടെ പ്രവർത്തനം നമുക്ക് ആരംഭിക്കേണ്ടതുണ്ട്. ബഹുമാനായ MP ഇടപെട്ടുകൊണ്ട് 1 കോടി രൂപയുടെ പുതിയ കെട്ടിടത്തിനുള്ള അനുമതിയുമായി കഴിഞ്ഞിട്ടുണ്ട്. PTA പ്രസിഡന്റ് അലി ഇടശ്ശേരി അധ്യക്ഷത വഹിച്ചു. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിർമ്മല ദേവി മുഖ്യപ്രഭാഷണം നടത്തി. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ PM നൌഫൽ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PA യൂസഫ്, ബിന്ദു, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ അജിത, രവികുമാർ,
താജ്നിസ, രാധിക, സ്കൂൾ SMC ചെയർമാൻ വിജയരാജ്, MTA പ്രസിഡന്റ് വിജിത, കവിത തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ പ്രധാനാധ്യാപകൻ PK മോഹനൻ സ്വാഗതവും സീനിയർ അധ്യാപിക ശാലിനി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പട്ടാമ്പി മണ്ഡലത്തിൽ പുതിയ 6 വികസന പദ്ധതികൾക്ക് ഭരണാനുമതി. നവകേരള സദസ്സിൽ നൽകിയ നിർദ്ദേശങ്ങളുടെ ഭാഗമായി 7 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയതായി മുഹമ്മദ് മുഹസിൻ MLA അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ നവകേരള സദസ്സിൽ പട്ടാമ്പി മണ്ഡലത്തിലേക്ക് പുതിയ പദ്ധതികൾ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് 6 പദ്ധതികൾക്ക് അംഗീകാരം ലഭിച്ചതും ഇതിനായി 6 കോടി രൂപ അനുവദിച്ചിരിക്കുന്നെന്നും മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. കേരള ഫണ്ടിൽ നിന്നാണ് ഈ തുക ലഭ്യമായിരിക്കുന്നത്. കൊപ്പം പേങ്ങാട്ട് റോഡ്, നിള കൊടുമുണ്ട പട്ടാമ്പി ആമേർ റോഡ്, പോക്കുപടി ഹെൽത്ത് സെന്റർ പാത്തുപ്പടി റോഡ്, വെളിയൂർ സബ് രജിസ്ട്രാർ ഓഫീസ്, മുതുതല സെന്റർ അൻസാർ നഗർ, വിളത്തൂർ റോഡ്, കൊപ്പം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുൻവശം ഡ്രൈനേജ് നിർമ്മാണം എന്നീ 6 പദ്ധതികൾക്കാണ് തുക അനുവദിച്ചിരിക്കുന്നത്. പദ്ധതിയുടെ വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. അതിന്റെ ഭാഗമായി പട്ടാമ്പി മണ്ഡലത്തിൽ നമ്മൾ ആവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിൽ ചിലതിന് ഫണ്ട് ലഭ്യമായിട്ടുണ്ട് എന്ന കാര്യമാണ് അറിയിക്കാനുള്ളത്. നവകേരള ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 6 പദ്ധതിക്കാണ് ഇപ്പോൾ 7 കോടി രൂപയുടെ ഭരണാനുമതി നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിലൊന്ന് നമുക്കറിയാം, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ വിളയൂർ സബ് രജിസ്ട്രാർ ഓഫീസ്. അതിൽ കെട്ടിടം വളരെ ശോചനീയാവസ്ഥയിലാണ്. 50 ലക്ഷം രൂപയാണ് ആദ്യഘട്ടം എന്നുള്ള നിലക്ക് അതിനുവേണ്ടി അനുവദിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കൊപ്പത്ത് ആശുപത്രിക്ക് മുമ്പിൽ ആ ഭാഗത്തായിട്ട് ഡ്രെയിനേജിൻ്റെ ആവശ്യം ദീർഘകാലമായി പറയുന്നതാണ്. 50 ലക്ഷം രൂപയാണ് അതിനുവേണ്ടി അനുവദിച്ചിട്ടുള്ളത്. ഡ്രെയിനേജ് സൗകര്യം ഉണ്ടാക്കുന്നതിനും അവിടെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട്, അത് പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. ഈ പദ്ധതികൾ പൊതുമരാമത്ത് വിഭാഗത്തിൻ്റെയും തദ്ദേശ സ്വയംഭരണ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെയും മേൽനോട്ടത്തിലാണ് നടപ്പിലാക്കുക. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കേരളശ്ശേരി കിഴക്കുമുറി ചിറക്കാട് പരിസരത്ത് പുലിയെ കണ്ടതായി അഭ്യൂഹം പരന്നതോടെ ജനങ്ങൾ ആശങ്കയിലായി. വനപാലകരും ദ്രുതപ്രതികരണ സേനയും സ്ഥലത്തെത്തി പരിശോധിച്ചു. പുലിയുടേതെന്ന് തോന്നുന്ന കാൽപ്പാടുകൾ കണ്ടെങ്കിലും അത് പുലിയുടേതല്ല എന്നാണ് വനപാലകരുടെ സ്ഥിരീകരണം. കേരളശ്ശേരി ചിറക്കാട് വീട്ടിൽ ബാലചന്ദ്രൻ എന്ന ഉണ്ണിക്കുട്ടനാണ് പുലിയെ കണ്ടത്. ഇദ്ദേഹം ഞായറാഴ്ച വൈകിട്ട് വീടിനു സമീപത്തെ പുൽക്കാടുകളിൽ പുലിയെ കണ്ടതായാണ് പറയപ്പെടുന്നത്. ഉടൻ തന്നെ വീട്ടിൽ ഉള്ളവരോട് കാര്യങ്ങൾ അറിയിച്ച് കഥകടച്ചിരിക്കാൻ പറഞ്ഞു. തുടർന്നാണ് നാട്ടുകാരെ വിവരം അറിയിച്ചത്. കിഴക്കിനാണ്ട് എന്താന്നുള്ള ഞാൻ ചോദിച്ചപ്പോൾ ആ പട്ടിയ നായ്ക്കളോ അല്ലെങ്കിൽ വേറെ വല്ലതാണ് പറഞ്ഞിട്ട് നല്ലോണം ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഈ പൊന്തറ ഇടയിൽ കൂടെ നല്ല മുഖത്ത് പൂച്ചേന്റെ മുഖം പോലെ ഉണ്ട്. അതോ ഇന്നമാതിരി നല്ലൊരു മുഖം, നല്ല വലിപ്പത്തിലുള്ളത്. ഇത് കണ്ടിട്ട് നല്ല എന്നെ നല്ല തന്നെ എന്നെ നോക്കണം. അപ്പൊ പ്രത്യേകിച്ച് ഞാൻ അതിനെ നോക്കിയപ്പോൾ അതിന്റെ ഈ പൊന്തരയുടെ വിട്ടിട്ട് ഒരു കുറച്ച് നീളം വിട്ടിട്ട് ബാലും കണ്ടു. അപ്പൊ ഇത് അങ്ങനെ ഞാനിത് പേടിച്ചിട്ട് അങ്ങനെ ഓടുകയും ചെയ്തു. എനിക്ക് പോയി കാലടയ്ക്കാൻ കുട്ടികളെ എല്ലാവരെയൊക്കെ വിളിച്ച് കാലടയ്ക്കാൻ പറഞ്ഞു, ഒക്കെ കയറാൻ മുന്നിട്ട് കയറാൻ പറഞ്ഞു. കണ്ടത് അതാണ് എനിക്ക് ഇത്രയും. അങ്ങോട്ട് പോണത് കണ്ടത്, പുറത്തോട്ട് പോണ കണ്ടതോ, എവിടേക്ക് പോണത് കണ്ടില്ല? എവിടേക്കും പോയിട്ടില്ല, പൊന്തയിൽ നിന്ന് മാത്രമേ കണ്ടുള്ളൂ. പൊന്തയിൽ കൂടെ എന്നെ നോട്ടണം, ആ നോട്ടത്തിൽ ഞാൻ ഓടി. നാട്ടുകാർ വിവരം അറിഞ്ഞതിനെ തുടർന്ന് വനപാലകരും ദ്രുത പ്രതികരണ സേനയും സ്ഥലത്തെത്തി പരിശോധിച്ചു. സമീപത്ത് പുലിയുടേതെന്ന് കണ്ടെത്തുന്ന കാൽപ്പാടുകൾ കണ്ടെങ്കിലും അത് പുലിയുടേതല്ല എന്നാണ് സ്ഥിരീകരണം. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുനിലും സ്ഥലത്തെത്തി. നാട്ടുകാരും തടിച്ചുകൂടിയിരുന്നു. വെയിറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ നൌഫൽ, അനൂപ്, വിജയൻ, വാച്ചർ രാജേന്ദ്രൻ എന്നിവരാണ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തലക്കോട്ടുകരയിലെ ചരിത്രപ്രസിദ്ധമായ തെക്കുട്ടിക്കാവ് ക്ഷേത്രത്തിൽ കവർച്ച. ഭണ്ഡാരം തകർത്ത മോഷ്ടാക്കൾ വിഗ്രഹങ്ങൾ നശിപ്പിച്ചു. അതിരാവിലെ ക്ഷേത്രത്തിലെത്തിയ പൂജാരിയാണ് ഞെട്ടിക്കുന്ന കാഴ്ച ആദ്യം കണ്ടത്. തെക്കുട്ടിക്കാവ് ക്ഷേത്രത്തിൽ പുലർച്ചെയാണ് വിശ്വാസികളെ ഞെട്ടിച്ച കവർച്ച. ക്ഷേത്ര ഭണ്ഡാരം തകർത്ത് പണം കവർന്ന കള്ളന്മാർ ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ അടിച്ചു തകർത്ത് വലിയ നാശനഷ്ടങ്ങൾ വരുത്തി. കൂടാതെ ക്ഷേത്രത്തിന്റെ ഓഫീസ് വാതിലുകളും മേശവലിപ്പുകളും തകർത്ത് സാധനങ്ങൾ വാരിവലിച്ചിട്ട നിലയിലാണ്. ഞായറാഴ്ച അതിരാവിലെ പൂജയ്ക്കായി ക്ഷേത്രത്തിലെത്തിയ പൂജാരിയാണ് ഞെട്ടിക്കുന്ന ഈ കാഴ്ച ആദ്യമായി കാണുന്നത്. ഉടൻ തന്നെ ക്ഷേത്രം ഭാരവാഹികളെ വിവരമറിയിച്ചു. സംഭവം കുന്നംകുളം പോലീസിൽ ഉടൻ തന്നെ അറിയിച്ചു. കുന്നംകുളം പോലീസ് സംഘം സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി. ക്ഷേത്ര പരിസരത്തെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രതികളെ എത്രയും പെട്ടെന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ്. 2 മാസം മുമ്പാണ് ക്ഷേത്ര ഭണ്ഡാരം അവസാനമായി തുറന്നത്.
അതുകൊണ്ട് തന്നെ 20,000 രൂപയോളം ഭണ്ഡാരത്തിൽ ഉണ്ടായിരിക്കുമെന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന് നേരെയുണ്ടായ ആക്രമണം ഭക്തർക്കിടയിൽ വലിയ ദുഃഖത്തിനും ആശങ്കയ്ക്കുമിടയാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഈസ്റ്റ് ഒറ്റപ്പാലം സുബാത്തുൽ ഇസ്ലാം ജമാഅത്ത് പള്ളിയിൽ നിന്നും ലക്ഷങ്ങൾ മോഷ്ടിച്ചു കടന്ന കേസിൽ നാട്ടുകാരനായ യുവാവ് മണിക്കൂറുകൾക്കകം പോലീസ് പിടിയിൽ. ഈസ്റ്റ് ഒറ്റപ്പാലം കാളംതൊടിയിൽ 28 വയസ്സുള്ള അബൂബക്കറാണ് പിടിയിലായത്. മണ്ണാർക്കാട്ട് നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. ഞായറാഴ്ച പുലർച്ചെ നടന്ന മോഷണത്തിൽ 6 ലക്ഷം രൂപയോളം നഷ്ടപ്പെട്ടിരുന്നു. ജുമാ മസ്ജിദിനുള്ളിലെ ഓഫീസിലുണ്ടായിരുന്ന അലമാരയിൽ സൂക്ഷിച്ച പണമാണ് മോഷ്ടാവ് കവർന്നത്. പള്ളി ഭാരവാഹികൾ നൽകിയ പരാതിയിൽ ഒറ്റപ്പാലം പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. മോഷണം നടന്ന ഓഫീസിലെ CCTV ക്യാമറ കണക്ഷൻ പ്രതി വിച്ഛേദിച്ചിരുന്നെങ്കിലും പള്ളിക്കുള്ളിലെ മറ്റ് ക്യാമറകളിൽ പ്രതിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു. ഈ ദൃശ്യങ്ങൾ പോലീസിന്റെ അന്വേഷണത്തിൽ വഴിത്തിരിവായി. പ്രതിക്കുവേണ്ടി വ്യാപകമായി തിരച്ചിൽ നടത്തി. ഒടുവിൽ മണ്ണാർക്കാട്ട് നിന്ന് പിടികൂടുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. 1965 പാലം നിർമ്മിക്കാൻ ചെലവ് 22,500 രൂപ. ഇന്ന് പുതുക്കി പണിയാൻ 1.5 കോടി. കൊതനൂർ കോട്ടായി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പുളിനെല്ലി പാലം പുതുക്കി പണിയുന്നതിന് സർക്കാർ 1.5 കോടി രൂപ അനുവദിച്ചു. പാലം അപകട ഭീഷണിയിലാണ് എന്ന് ബോർഡ് സ്ഥാപിച്ചിട്ട് വർഷങ്ങളായി. യാഥാർത്ഥ്യമാകുന്നത് പ്രദേശവാസികളുടെ ഏറെ നാളത്തെ ആവശ്യം. നവകേരള സദസ്സിൽ PP സുമോദ് MLA നൽകിയ നിവേദനത്തെ തുടർന്നാണ് സംസ്ഥാന സർക്കാർ കോതമംഗലം പുളിനെല്ലി പാലത്തിന് 1.5 കോടി രൂപ വകയിരുത്തിയത്. 1965 സാമൂഹികക്ഷേമ വകുപ്പിന് കീഴിൽ മേക്കനാംകുളം പദ്ധതിക്ക് കീഴിൽ നിർമ്മിച്ച പാലം അന്നത്തെ സാമൂഹ്യക്ഷേമ ഡയറക്ടർ NES രാഘവാചാരിയാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് പാലത്തിന്റെ ശിലാഫലകത്തിൽ കൊത്തിവെച്ചിട്ടുണ്ട്. 60 വർഷം കാലപ്പഴക്കമുള്ള പാലം ബലക്ഷയം സംഭവിച്ചിട്ട് പതിറ്റാണ്ടുകളായി. പാലം അപകട ഭീഷണിയിലെന്ന ബോർഡ് സ്ഥാപിച്ചിട്ടും വർഷങ്ങളായി. കുത്തന്നൂർ, കോതമംഗലം, കോട്ടായി, പറളി റൂട്ടിൽ 3 ബസ് സർവീസാണ് നടത്തുന്നത്. മഴക്കാലങ്ങളിൽ വെള്ളം നിറയുന്നതിനെ തുടർന്ന് പ്രസ്തുത പാലത്തിലൂടെ യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. പാലം പുതുക്കി പണിയുമെന്ന ജനങ്ങളുടെ ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പാലക്കാട് കുളപ്പുള്ളി പാതയിലെ ഒറ്റപ്പാലം കിഴക്കേത്തോട് പാടത്തിൽ മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് ഷീറ്റ് പൈലിംഗ് ചെയ്ത് മണ്ണിട്ട് താൽക്കാലിക പരിഹാരമൊരുക്കി. ഇതോടെ പാതയിൽ ഗതാഗതം പൂർവ്വസ്ഥിതിയിലായി. പാലത്തിന്റെ പടിഞ്ഞാറ് അപ്രോച്ച് റോഡിനോട് ചേർന്ന പാതയുടെ വടക്കുഭാഗത്ത് മണ്ണിടിഞ്ഞ പ്രശ്നത്തിനാണ് താൽക്കാലിക പരിഹാരമൊരുക്കിയത്. കട്ടിയുള്ള ഇരുമ്പ് ഷീറ്റുകൾ ഉറപ്പിച്ച് മണ്ണ് നിറച്ചാണ് പ്രശ്നം പരിഹരിച്ചത്. ഇതോടെ പാതയിലെ ഗതാഗതം പൂർവ്വസ്ഥിതിയിലായി. പുതിയ പാലത്തിന്റെ തൂണുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനിടെ കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് മണ്ണിടിച്ചിലുണ്ടായത്. ഇതേ തുടർന്ന് പാലത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു. ഗതാഗത നിയന്ത്രണത്തെ തുടർന്ന് വാണിയംകുളം, കോതകുറിശി, വരോട്, മുരുക്കുംപറ്റ, മംഗലം വഴിയാണ് ഭാരമുള്ള വാഹനങ്ങൾ തിരിച്ചുവിട്ടിരുന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഒറ്റപ്പാലത്ത് വീണ്ടും വാഹനാപകടം. മണൽ കയറ്റി പോകുകയായിരുന്ന ടിപ്പർ ലോറി സ്വകാര്യ ബസ്സിന് പിറകിലും മറ്റൊരു വാഹനത്തിലും ഇടിച്ചാണ് അപകടമുണ്ടായത്. ലോറിയിലുണ്ടായിരുന്ന യുവാവിന് പരിക്കേറ്റു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:30 അപകടമുണ്ടായത്. ഒറ്റപ്പാലം ടൗണിൽ ലക്ഷ്മി തിയേറ്ററിന് സമീപത്ത് വെച്ച് മണൽ കയറ്റി പോവുകയായിരുന്ന ലോറി മുന്നിൽ പോവുകയായിരുന്ന സ്വകാര്യ ബസ്സിന് പിറകിലും റോഡ് മുറിച്ചു കിടക്കുകയായിരുന്ന മറ്റൊരു വാഹനത്തിലുമാണ് ഇടിച്ചത്. പാലക്കാട് ഗുരുവായൂർ റൂട്ടിലോടുന്ന ബസ്സിന് പിന്നിലാണ് വാഹനമിടിച്ചത്. ലോറിയിലുണ്ടായിരുന്ന കുറ്റിപ്പുറം സ്വദേശി ഷംസുദ്ദീന് പരിക്കേറ്റു. ഷംസുദ്ദീന്റെ കാലിനാണ് പരിക്ക്, ഗുരുതരമല്ല. കഴിഞ്ഞ ദിവസമാണ് ഗതാഗതക്കുരുക്കിൽപ്പെട്ട ഇരുചക്രവാഹനത്തിന് പിറകിൽ ബസ് ഇടിച്ചതിനെ തുടർന്ന് തെറിച്ചുവീണ യുവതിയുടെ തലയിലൂടെ ബസിന്റെ ചക്രങ്ങൾ കയറി ദാരുണാന്ത്യമുണ്ടായത്. ഒറ്റപ്പാലത്ത് പൊതുവെ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. ഞാൻ ബ്രെഡിൻ്റെ സപ്ലൈ, മോഡേൺ ബ്രെഡ് സപ്ലൈ ആണ്. അപ്പോൾ ഞാൻ ചോയ്സിലേക്ക് വേണ്ടിയിട്ട് ഇൻഡിക്കേറ്റർ തിരിയുന്ന സമയത്ത് ഈ മണൽ ലോറി അവിടുന്ന് ഹൈ സ്പീഡിൽ വരികയായിരുന്നു. കാരണം ഇവൻ്റെ മുമ്പിലും ഏകദേശം 2 മീറ്റർ അകലത്തിൽ ബസ്സുണ്ട്. പക്ഷേ ബസ് ലക്ഷ്യത്തിൽ അവിടുന്ന് വണ്ടി തിരിയുമ്പോൾ അവർ സ്ലോ ആക്കി കൊടുക്കണമല്ലോ. പക്ഷേ ഇവരൊന്നും നോക്കാണ്ട് നേരെ വന്നിട്ട് ബസ്സിലേക്ക് ഇരിക്കുകയായിരുന്നു. ബസ്സിലേക്കും പകുതി തിരിയാൻ നിൽക്കുന്ന എനിക്ക് കൂടിയാണ് ഇടിയിട്ടത്. അപ്പോൾ എന്തോ ഒരു ദൈവരക്ഷത്തിൽ നമ്മൾ രക്ഷപ്പെട്ടതാണ്. കാരണം മണൽ ലോറി ആകുമ്പോൾ അറിയാലോ. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. കുളിർമ 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച ശില്പശാല സംസ്ഥാന പ്രസിഡന്റ് MP വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. വടവന്നൂർ MGR കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് K ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KMM റഷീദ്, മുൻ സംസ്ഥാന പ്രസിഡന്റ് V രാമചന്ദ്രൻ, മുൻ സംസ്ഥാന സെക്രട്ടറി C വേലായുധൻ, ജില്ലാ ട്രഷറർ P ഭക്തവത്സലൻ എന്നിവർ പ്രസംഗിച്ചു. വിവിധ വിഷയങ്ങളെക്കുറിച്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി R രാജൻ ഗുരുക്കൾ, വൈസ് പ്രസിഡന്റ് C ബാലൻ, VL ലത്തീഫ്, ക്യാമ്പ് ഡയറക്ടർ K രാമനാഥൻ,
സംസ്ഥാന സെക്രട്ടറി ടി വനജ തുടങ്ങിയവർ ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ബസിൽ വെച്ച് കൗമാരക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച പ്രതിക്ക് 6 വർഷം കഠിന തടവും പിഴയും ശിക്ഷ. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന സ്വകാര്യ ബസിൽ വെച്ച് 2021 കോളേജിലേക്ക് പോകുകയായിരുന്ന പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച പുല്ലൂറ്റ് സ്വദേശി 50 വയസ്സുള്ള സുരേഷിനെയാണ് തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതി ശിക്ഷിച്ചത്. കഠിന തടവിന് പുറമെ പ്രതി 20,000 രൂപ പിഴയും നൽകണം. ചേലക്കര നാട്ടിൻചിറയിൽ 19-കാരി കുളത്തിൽ മുങ്ങി മരിച്ചു. നാട്ടിൻചിറ സ്വദേശി നാഷിദയാണ് മരിച്ചത്. നാട്ടിൻചിറ കുളമ്പിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കുളത്തിലാണ് നാഷിദയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചേലക്കര പോലീസും ഫയർഫോഴ്സും ചേർന്നാണ് മൃതദേഹം പുറത്തെടുത്തത്. പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കളഞ്ഞുകിട്ടിയ പണം ഉടമസ്ഥനെ ഏൽപ്പിച്ച് മാതൃകയായി സോപ്പ് കടക്കാരനായ മുഹമ്മദ് അലി. ഞായറാഴ്ച ലക്കിടിമംഗലം റൂട്ടിൽ നിന്ന് 500 രൂപയുടെ കെട്ടുകളായി 43,000 രൂപയാണ് മുഹമ്മദ് അലിക്ക് കളഞ്ഞുകിട്ടിയത്. ഈ തുക തന്റെ സുഹൃത്തായ ഗോപിയെ ഏൽപ്പിക്കുകയും ഗോപി ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും നിരവധി വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തതിന്റെ ഫലമായി പണത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥനായ മണ്ണൂർ നഗരിപ്പുറം സ്വദേശി സന്തോഷിനെ കണ്ടെത്തുകയും ചെയ്തു. ഒറ്റപ്പാലം പോലീസിന്റെ സാന്നിധ്യത്തിൽ തുക ഉടമസ്ഥനെ ഏൽപ്പിക്കുകയും ചെയ്തു. തൃശൂർ നെല്ലായിയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ യുവതി പ്രസവിച്ചു. ഒഡീഷ സ്വദേശിയായ യുവതിയാണ് ട്രെയിനിൽ പെൺകുഞ്ഞിന് ജന്മം നൽകിയത്. ടാറ്റാനഗർ എറണാകുളം എക്സ്പ്രസിൽ പുലർച്ചെ 4:10 സംഭവം. യുവതിയുടെ ഭർത്താവും ഒപ്പമുണ്ടായിരുന്നു. എറണാകുളത്തുള്ള യുവതിയുടെ മാതാപിതാക്കളെ കാണാനാണ് ഇവർ ഒഡീഷയിൽ നിന്ന് എറണാകുളത്തേക്ക് വന്നിരുന്നത്. ട്രെയിൻ ആലുവയിലെത്തിയ ശേഷമാണ് ഇവർ പ്രസവ വിവരം RPFനെ അറിയിച്ചത്. RPF ആലുവ ജനറൽ ആശുപത്രിയിൽ വിവരമറിയിച്ചതനുസരിച്ച് വൈദ്യസംഘം റെയിൽവേ സ്റ്റേഷനിലെത്തി പൊക്കിൽക്കൊടി ബന്ധം വിച്ഛേദിച്ച് യുവതിയെയും കുട്ടിയെയും ആശുപത്രിയിലേക്ക് മാറ്റി. നിലവിൽ അമ്മയ്ക്കും കുട്ടിക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഭാരതീയ പോസ്റ്റൽ ഫെഡറേഷൻ ഒറ്റപ്പാലം ഡിവിഷൻ സമ്മേളനം മഞ്ചേരിയിൽ നടന്നു. BMS പാലക്കാട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചോറോട്ടർ ഉദ്ഘാടനം ചെയ്തു. ആ അംഗീകാരം ലഭിച്ച സമയത്ത് അതിനുശേഷം ഉണ്ടായിട്ടുള്ള ശമ്പള പരിഷ്കരണ ചർച്ചയിലെല്ലാം തന്നെ നോട്ടീസ് കൊടുത്ത് ചർച്ച ചെയ്ത് വർഷങ്ങളായിട്ട് ശമ്പള വർധനവ് നടക്കാത്ത മേഖലയായിട്ടുള്ള KSRTC ശമ്പള പരിഷ്കരണം നടത്താൻ BMS സാധിച്ചു. അതുപോലെ തന്നെ ഈ മേഖലയെ എങ്ങനെ ശക്തിപ്പെടുത്താം എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലേക്ക് BMSന്റെ സംസ്ഥാന ഭാരവാഹികൾ പോയി ഈ സംവിധാനം എങ്ങനെയാണ് വിജയകരമായിട്ട് നടത്തുവാൻ സാധിക്കുന്നത് എന്ന് ചിന്തിച്ച് അവിടെ പോയിട്ട് അതിനെക്കുറിച്ച് പഠിച്ച് ഒരു വലിയ റിപ്പോർട്ട് തയ്യാറാക്കി കേരളത്തിലെ തൊഴിൽ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും സമർപ്പിക്കുകയുണ്ടായി. BGDKS ഒറ്റപ്പാലം ഡിവിഷൻ സെക്രട്ടറി വാഴയങ്കട ആനന്ദൻ അധ്യക്ഷത വഹിച്ചു. P3 യൂണിയൻ സെക്രട്ടറി P രാജേശ്വരി സ്വാഗതം പറഞ്ഞു. BPEF ഓൾ ഇന്ത്യ ഓർഗനൈസിംഗ് സെക്രട്ടറി C രമേഷ് മുഖ്യപ്രഭാഷണം നടത്തി. BGDKS സംസ്ഥാന പ്രസിഡന്റ് P ഗിരീഷ്, RSS ഷൊർണൂർ ഖണ്ഡകാര്യവാഹക് M നന്ദകുമാർ, BJP വാർഡ് കൗൺസിലർ K സുബ്രഹ്മണ്യൻ, വെള്ളിനേഴി M നാരായണൻ, P അനിലൻ, M വിശ്വനാഥ പുലവർ, VP അജിത് കുമാർ, M രാമചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഡിവിഷൻ ഭാരവാഹികളുടെ മക്കളിൽ SSLC വിജയികളായവരെയും ഡൽഹി സർക്കിളിലേക്ക് പ്രൊമോഷനായി പോകുന്ന P അരുൺരാജ്, അരുൺ MP, K ആനന്ദൻ എന്നിവരെയും ഡിവിഷൻ കമ്മിറ്റി അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് 3ാം വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. ചടങ്ങിൽ +2 USS പരീക്ഷകളിൽ ഉയർന്ന വിജയം നേടിയവരെ ആദരിച്ചു. ഒടുവിൽ ഫൗണ്ടേഷൻ പ്രസിഡന്റ് CR സജീവ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഒരു കുട്ടിയാണെങ്കിലും ആ കുട്ടി നമ്മൾക്കിടയിലേക്ക് വരേണ്ടതാണ്. ആ കുട്ടിയുടെ മാത്രം കുഴപ്പമാണോ? എവിടെയാണ് ഈ പ്രയാസം സംഭവിച്ചത്? അതാണ് നമ്മൾ കൃത്യമായി പരിശോധിച്ചു പോകേണ്ട കാര്യമാണ്. അത് കുടുംബത്തിൽ വല്ല പ്രശ്നം ഉണ്ടാവാം, ആ കുട്ടിയുടെ സാമൂഹികമായ വല്ല ബുദ്ധിമുട്ടുകളായിരിക്കാം, എന്താണ് ഇതിന് കാരണം എന്നതാണ് കൃത്യമായി നമ്മൾ പരിശോധിച്ചു പോകുന്നത്. അപ്പോൾ അവരെ കൂടി നമ്മുടെ ഈ കൂട്ടത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമ്മുടെ ഈ അനുമോദനത്തിന് മധുരമുണ്ട്, ഇരട്ടി മധുരമാവുകയും. അപ്പോൾ കൂടി കണ്ടെത്തി അത്തരം വിദ്യാർത്ഥികളെ കൂടി. വാർഡ് മെമ്പർ രമാമുരളി അധ്യക്ഷത വഹിച്ചു. ദേശീയ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയ അനുശ്രീയെ P രാജഗോപാലൻ മാസ്റ്റർ പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു. വാർഡ് വികസന സമിതി പ്രസിഡന്റ് V രാജേഷ് കുമാർ, രാജഗോപാലൻ മാസ്റ്റർ, PC ജയരാജ്, KA ബാലസുബ്രഹ്മണ്യൻ, V പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ ഗണേശ്ഗിരി മലപ്പാലം തോട് വാർഡ് കൗൺസിലർ EP നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ ശുചീകരിച്ചു.
മഴക്കാലത്തിന് മുമ്പ് എല്ലാ വർഷവും കൗൺസിലറുടെ നേതൃത്വത്തിൽ തോട് വൃത്തിയാക്കാറുണ്ട്. തൊഴിലുറപ്പ് തൊഴിലാളികളും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ശുചീകരണത്തിൽ പങ്കെടുത്തു. അതേസമയം ഇറിഗേഷൻ വകുപ്പ് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച തോടിന്റെ വശങ്ങൾ ഇപ്പോൾ തകർന്ന നിലയിലാണ്. സൈഡ് ഭിത്തി പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് പലതവണ അധികൃതർക്ക് പരാതി നൽകിയിരുന്നതായി കൗൺസിലർ പറഞ്ഞു. വാണിയംകുളം പഞ്ചായത്ത് ഭിന്നശേഷി സൗഹൃദ തദ്ദേശ ഭരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സമവായം സംരക്ഷണം പങ്കാളിത്തം സർവേ നിർവഹിച്ച വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. ചടങ്ങ് പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് എല്ലാം തീരുമാനിക്കുന്ന ജനോപകാരപ്രദമായ സാമൂഹ്യ സുരക്ഷിതത്വവും സാമൂഹ്യ ക്ഷേമവും വിദ്യാഭ്യാസവും ആരോഗ്യവും വികസനമായ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് വലിയ മുന്നേറ്റം തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ടത്. ചടങ്ങിൽ വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി സൂരജ്, പി ഹരിദാസൻ, പഞ്ചായത്ത് അംഗങ്ങളായ VP പ്രകാശൻ, സുജിത് P രാജ്, KS മഞ്ജിമ, പഞ്ചായത്ത് സെക്രട്ടറി AK വിനോദ്, മനിശ്ശേരി അലൈഡ് മാനേജ്മെന്റ് കോളേജ് NSS പ്രോഗ്രാം ഓഫീസർ സരള, കില റിസോഴ്സ് പേഴ്സൺ K സന്ധ്യ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കവളപ്പാറ കാരക്കാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഇടവമാസത്തിലെ ഷഷ്ടിയോടനുബന്ധിച്ച് വിശേഷ പൂജകളും അഖണ്ഡ നാമജപവും നടന്നു. ക്ഷേത്രം തന്ത്രി ശങ്കരനാരായണൻ ഉണ്ണി നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ഉച്ചയ്ക്ക് ഷഷ്ടി ഊട്ടിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. വൈകിട്ട് നിറമാലയുമുണ്ടായി. മാറ്റലി. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിന്റെ ഫൈനലിൽ നാളെ ബംഗളൂരുവും പഞ്ചാബും ഏറ്റുമുട്ടുകയാണ്. ആരായിരിക്കും 2025 IPL ചാമ്പ്യന്മാർ? മാറ്റലിക്ക് ലഭിച്ച പ്രതികരണങ്ങൾ കാണാം. ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ഫൈനൽ നാളെ നടക്കുകയാണ്. ബാംഗ്ലൂരും പഞ്ചാബും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. പഞ്ചാബ് വൻഭൂരിപക്ഷത്തോടുകൂടി അല്ലെങ്കിൽ നല്ല മുന്നേറ്റത്തോടുകൂടി വിജയിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അത്രയും നല്ല ടീമായി ഉയർന്നു വരികയാണ് പഞ്ചാബ് എന്നാണ് എനിക്ക് പറയുന്നത്. നമ്മുടെ IPL ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഫൈനൽ നാളെ നടക്കുകയാണ്. 2025 സീസണിൽ IPL എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ബെസ്റ്റ് ലീഗും അതേപോലെ തന്നെ ലോകത്തിൽ വെച്ചുള്ള ബെസ്റ്റ് ക്രിക്കറ്റ് ലീഗുമാണ് നമ്മുടെ IPL. അതിൽ നമ്മുടെ ഇന്ത്യ ആരാധകർക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന കാര്യവും കൂടിയാണ്. എന്നിരുന്നാലും നാളത്തെ ഫൈനലിസ്റ്റുകളായ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരും അതുപോലെ പഞ്ചാബ് കിങ്സും ഈ ഇരു ടീമുകളും ഇന്നേ വരെ 17 സീസണുകളിലായിട്ട് 2008 മുതൽ 24 വരെയുള്ള എല്ലാ IPL സീസണിലും ഇന്നേ വരെ കപ്പ് നേടിയിട്ടില്ല. എന്നിരുന്നാലും വിരാട് കോഹ്ലി എല്ലാ സീസണും പോലെ ഇപ്രാവശ്യമെങ്കിലും കപ്പടിക്കുമോ എന്ന ചോദ്യത്തിന് നാളെ സാക്ഷിയാവുകയാണ്. അതുകൊണ്ട് ഈ ഇരു ടീമുകളും ആര് കപ്പടിക്കും എന്നുള്ളത് നമുക്ക് നാളെ കണ്ടെന്ന് അറിയാം. നാളെ നടക്കുന്ന IPL ഫൈനൽ പോരാട്ടത്തിൽ ബാംഗ്ലൂരും പഞ്ചാബും തമ്മിലുള്ള വാശിയേറിയ മത്സരത്തിൽ വിജയ സാധ്യത കൂടുതൽ ഏറ്റവും മുൻതൂക്കമുള്ളത് പഞ്ചാബിനാണ്. പക്ഷേ ശ്രേയസ് അയ്യർ മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. പക്ഷേ എൻ്റെ ഇഷ്ട ടീം മുംബൈയാണ്. പക്ഷേ തോറ്റയിൽ നല്ല വിഷമമുണ്ട്. കുഴപ്പമില്ല, പഞ്ചാബിന് വിജയാശംസകളുമായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രവേശനോത്സവത്തിന്റെ ചാരുതയിൽ പുത്തൻ അധ്യയന വർഷത്തിന് തുടക്കം. സംസ്ഥാനത്ത് 3 ലക്ഷത്തോളം കുരുന്നുകൾ 1ാം ക്ലാസ്സിലെത്തി. സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് മേഖലകളിൽ 1 മുതൽ 10 വരെ ക്ലാസുകളിലായി ഇത്തവണ 36 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ. സമൂഹത്തിൽ താഴെത്തട്ടിലുള്ള വിദ്യാർത്ഥികളുടെ ജീവിതാവസ്ഥ പരിശോധിച്ച് അവരെ മുൻനിരയിൽ എത്തിക്കണമെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. പട്ടാമ്പി മണ്ഡലത്തിൽ പുതിയ 6 വികസന പദ്ധതികൾക്ക് ഭരണാനുമതി. നവകേരള സദസ്സിൽ നിർദ്ദേശിക്കപ്പെട്ട പദ്ധതികൾക്ക് സർക്കാർ 7 കോടി രൂപ അനുവദിച്ചു. വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മുഹമ്മദ് മുഹ്സിൻ MLA. കേരളശ്ശേരി കിഴക്കുമുറി ചിറക്കാട് പ്രദേശത്ത് പുലിയെ കണ്ടതായി അഭ്യൂഹം. ജനങ്ങൾ ആശങ്കയിൽ. പ്രദേശത്ത് കണ്ട കാൽപ്പാടുകൾ പുലിയുടേതല്ലെന്ന് വനപാലകർ. പ്രസിദ്ധമായ കുന്നംകുളം തലക്കോട്ടുകര തെക്കുട്ടിക്കാവിൽ വിശ്വാസികളെ ഞെട്ടിച്ച കവർച്ച. ക്ഷേത്രഭണ്ഡാരം പൊളിച്ച് പണം കവർന്ന മോഷ്ടാക്കൾ വിഗ്രഹങ്ങൾ തകർത്തു. ഈസ്റ്റ് ഒറ്റപ്പാലം സുബാത്തുൽ ജമാഅത്ത് പള്ളിയിൽ നിന്ന് ലക്ഷങ്ങൾ മോഷ്ടിച്ചു കടന്ന കേസിൽ നാട്ടുകാരനായ യുവാവ് മണിക്കൂറുകൾക്കകം പോലീസ് പിടിയിൽ. ഒറ്റപ്പാലം കിഴക്കേത്തോട് പാലത്തിന് സമീപത്തെ മണ്ണിടിച്ചിലിന് താൽക്കാലിക പരിഹാരമായി. സ്ഥലത്ത് ഷീറ്റ് പൈലിംഗ് നടത്തി മണ്ണിട്ടതോടെ പാതയിൽ വാഹനഗതാഗതം പൂർവ്വസ്ഥിതിയിൽ. നഗര പരിസരത്ത് വീണ്ടും വാഹനാപകടം, ഒരാൾക്ക് പരിക്ക്.
കൊട്ടായി കുത്തന്നൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പുളിനെല്ലി പാലം പുനർനിർമ്മിക്കും. പാലം പുതുക്കി പണിയാൻ സർക്കാർ 1.5 കോടി രൂപ അനുവദിച്ചു. 1965 ഈ പാലം നിർമ്മിച്ചത് 22,500 രൂപ ചെലവിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.